പാലക്കാട് കോഞ്ഞമ്പാറ വടകരപ്പതി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സരസമാൾ എന്നാളെ ഈ 66 വയസ്സായിരുന്നു അവർക്ക് ആ വൃദ്ധയെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തെത്തിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ എവിടെയോ കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഈ ദൃശ്യം കാണുന്ന ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിലവിലുള്ളത്. അയാളെ സഹായിച്ച മറ്റൊരു 17 വയസ്സുകാരൻ കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ഉള്ളത്. സരസ്വതിയമ്മ താമസിച്ചിരുന്ന ഒറ്റക്കാണ്. തൊട്ടടുത്ത് വടകരപ്പതിയിലെ ആളുകൾ താമസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമാണ്. അവിടെ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലാണ് സരസ്വതി അമ്മ താമസിച്ചിരുന്നത്. അവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. ഈ പ്രതികൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവരുടെ പക്കലുള്ള ഒരു മൂക്കുറ്റി ആണ് അവരുടെ പക്കലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആഭരണം എന്ന് പറയുന്നത്. ആ ആഭരണം കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള കൊലപാതകം നടത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചിക്ക് അറിയോ ഇവരെ? അവരിനെ അറിയില്ല, ഈ ചെക്കനെ അറിയാം. അയ്യ ശിവദാസ് പറയുന്ന ചെക്കൻ തന്നെ. അത് കുറേയായി ഇവിടെ വന്നിരുന്നിട്ട് ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 6-7 മാസത്തിന് മുന്നിട്ടും കൂടി പിന്നെ വേലന്താഴത്ത് ജെൻസിൽ വെച്ചിട്ട് ഒരു ചെക്കനെ കുത്തിയിട്ടുമുണ്ട്. നേരത്തെ ഒരുത്തർ കുത്തിയിട്ടുണ്ട്. അവർ വെട്ടിയിട്ട് പിന്നെ കേസും കൂട്ടും ഒക്കെ ആയി. പോലീസൊക്കെ വന്നു, 2-3 മുറി വന്നു. പിന്നെ അവനെ കൂട്ടിയിട്ട് പോയി 6 മാസം ഉള്ളിലും വരുത്തി. ഇപ്പം വന്ന് 2 മാസമായി പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അവിടെ ഒളിപ്പിച്ച് അമ്മയാ അനിയനും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. നമുക്കതറിയല്. നമ്മ രാവിലെ പോയാൽ വൈകിട്ട് വരുന്നത് തൊഴിലുറപ്പിന്. നമ്മ അത് കണ്ടിരിക്കും. തൊട്ട വീട് ഇതന്നെ വീട്. എന്തിനെന്ന് നമുക്കറിയാമാ. അപ്പൊ നിന്നെ ഞാൻ വിളിച്ചിട്ട് പോണു പറഞ്ഞ നീ എന്തിന് ചായ തര വാസാ നീ പറഞ്ഞ നീ ചായ കുടിക്കാൻ തന്നെയല്ലേ നീ മനസ്സിൽ കണക്കാക്കോ? ക്യാരക്ടർ ആ പിള്ളേന്റെ ക്യാരക്ടർ ഒരു മോശം പറയുമ്പോ നിങ്ങൾ എല്ലാം എടുത്തോളൂ. എല്ലാത്തിലുമേ മോശമാണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് മനസ്സിലാകാനേ ഉള്ളൂ. കുറ്റി മാത്രമാണ് അവരുടെ ആഭരണമായിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ മകളാണ് അവിടെ നിൽക്കുന്നത്. ആ മകളുടെ എല്ലാമേ കൊടുത്തിരിക്കുന്നത്. അത് വന്നാൽ ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. മൂക്കത്തിണ്ട്. പക്ഷെ അതൊക്കെ ആദ്യം ചങ്ങലയൊക്കെ ഇട്ടിട്ട് വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണേ കുക്കാർക്ക് സേഫ്റ്റി ഇല്ല, പാതുകാപ്പില്ല, പൊള്ളകെട്ട് എല്ലാം കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറയും. ഞങ്ങൾക്ക് അതെല്ലാം അറിയുള്ളൂ. ഞങ്ങൾക്ക് അവരെ മാത്രം ഇങ്ങനെ ഒരു കൊലപാതകം അത്ര ക്രൂരന്മാരാണ്. ഇനി അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. എന്താ കാരണത്തിനായാലും അവർ ചെയ്തിരുന്ന അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. നമുക്ക് എന്താ അറിയാം, ആ പിള്ളേരിനെ കണ്ട് പേടിക്കേണ്ട നിലമയാ ഇപ്പൊ ഞങ്ങൾക്ക്. അവരെ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങ പേടിക്കണം. ഈ കുട്ടികളെയൊക്കെ ഞങ്ങ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടല്ലേ പണിക്ക് പോണത്. ഇവര് രണ്ടുപേരാണ് താമസിച്ചിരുന്നത്. മുമ്പ് അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അവർ മരിച്ചിട്ട് അവരുടെ വീട്ടിൽ 4 പേര് വന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും 2 ആൺകുട്ടികളും. അവർ എവിടെയോ പൊള്ളാച്ചി എവിടെയോ പണിക്ക് പോവുകയാണ്, 8 മണിക്ക്. പിന്നെ അവർ എപ്പോഴെങ്കിലും ഇവിടെ വരും. വന്നിട്ട് ഇങ്ങനെ കുടിച്ച് കൂത്താടിയിട്ട് പാട്ടൊക്കെ വെച്ചുകൊണ്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, വന്നിട്ട് ഇരുന്നിട്ട് പോകും. പിന്നെയാണ് ഒരിക്കൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഈ അമ്മൂമ്മനെ കടത്തി വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ പോലീസൊക്കെ വന്നിട്ടാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. ഈ വിവരമേ ഞങ്ങൾക്ക് അറിഞ്ഞത് ഇന്ന് അറിഞ്ഞിട്ടുള്ളൂ. കാണാലാ പറഞ്ഞ മകള് വന്ന് അയലും പക്കമൊക്കെ കേട്ടു. 1 മാസമാകും. അപ്പൊ ഈ 1 മാസം പിടിച്ച് അവര് തെരഞ്ഞിട്ടും പിടിച്ചിട്ട് വരുമ്പോ ഒക്കെ ഞങ്ങളും കേൾക്കും. കണ്ടാന്ന് കണ്ടില്ല എന്ന് തന്നെ പറയും. ഇന്ന് വന്നിട്ട് ചെക്കനെ ശിവദാസിനെ കണ്ട് തല്ലു കൊടുത്ത് സാർമാര് പോലീസുമാർ ഏതായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് ഈ പ്രതികൾ നടത്തിയിട്ടുള്ളത്. 66 വയസ്സുള്ള ഒരു വൃദ്ധയാണ് ഇങ്ങനെ ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തി കൊന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ 2ാമത്തെ പ്രതി ഒരു 17 വയസ്സുകാരനാണെന്നാണ് പറയുന്നത്. ആ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പാലക്കാട് നിന്നും ഷിജു ചുറ്റിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1.